ചൂട് അസഹ്യമായതോടെ തണ്ണിമത്തന് മാർക്കറ്റ് ഡിമാൻഡ് കൂടി. ഓറഞ്ചിന്റെയും മുന്തിരിയുടെയും മുന്നിലായി തണ്ണിമത്തൻ ഇടം പിടിച്ചു. പച്ചക്കറി വാങ്ങി പൊരി വെയിലത്ത് അതുവഴി വന്ന ഇച്ചായൻ മറ്റ് ഫ്രൂട്ട്സിനൊപ്പം തണ്ണിമത്തനും വാങ്ങി. പച്ചക്കറികളും പഴങ്ങളുമുള്ള കവറുകൾ സ്കൂട്ടറിന്റെ മുന്നിൽ വെച്ച് ഇച്ചായൻ നേരെ വീട്ടിലേക്ക് വണ്ടി വിട്ടു. കവറിലിരുന്ന തണ്ണിമത്തന് പെട്ടെന്ന് വെള്ളരി പെണ്ണിന്റെ മണം ചുറ്റും പരക്കുന്നതായി തോന്നി. അവൻ അവളെ ഓർത്ത് നെടുവേർപ്പെട്ടു. ഇച്ചായൻ വീട്ടിലെത്തി കവറുകൾ അന്നാമച്ചി ഏൽപ്പിച്ചു. പഴങ്ങളെല്ലാം പുറത്തെടുത്ത് വെച്ച ശേഷം അന്നാമച്ചി പച്ചക്കറികൾ ഓരോന്നായി പെറുക്കി വെച്ചു. ഓറഞ്ചിന്റെയും മുന്തിരിയുടെയും ഇടയിലിരുന്ന തണ്ണിമത്തൻ വിശ്വസിക്കാനാവാതെ വാ പൊളിച്ചു. പച്ചക്കറികളുടെ ഇടയിൽ തന്റെ വെള്ളരിപ്പെണ്ണ്! അവളും അവനെ കണ്ടു. അവളുടെ കണ്ണുകൾ കുടുകുടുകുടുകുടാ നിറഞ്ഞൊഴുകി. അവൻ ഉരുണ്ട് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. നീ എങ്ങനെ ഇവിടെ എത്തി വെള്ളരിപ്പെണ്ണെ? വെള്ളരി വാ തോരാതെ പറഞ്ഞു. അന്ന് പറിച്ചെടുത്ത വെള്ളരികകൾ ചന്തയിൽ കൊണ്ടുപോയി വിറ്റിരുന്നു. അവിടെ നിന്നും അച്ചായൻ വാങ്ങി ഞാൻ ഇവിടെ എത്തി. എന്റെ പച്ചക്കറി മുത്തപ്പ, നീ എന്നെ എന്റെ മത്തേട്ടന്റെ അടുത്ത് എത്തിച്ചല്ലോ. തണ്ണിമത്തൻ ചിരിച്ചു. മത്തനല്ല മുത്തേ, തണ്ണിമത്തൻ. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.